അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലബ്ബൈക്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിതാ താങ്കൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക, മുആദേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മുആദ്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ താങ്കളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരട്ടെയോ, തഖൂലുഹ ഫീ ദുബുരി കുല്ലി സ്വലാത്തിക, അത് നീ നിൻ്റെ എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ നീ പറയുകയും വേണം. അങ്ങനെയുള്ളതായ ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ, നിന്നെ സ്മരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണേ. വശുക്രിക, അതുപോലെ തന്നെ നിന്നോട് നന്ദി കാണിക്കാൻ എന്നെ നീ സഹായിക്കണേ. വഹുസ്നി ഇബാദത്തിക, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥന എല്ലാ നമസ്കാരത്തിൻ്റെ അവസാനത്തിലും നീ പറയണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രാർത്ഥന നമ്മൾ എവിടെയാണ് പറയേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പ്രാർത്ഥന പറയേണ്ടത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി നമ്മുടെ അദ്കാറുകളുടെ കൂട്ടത്തിലാണ് ഈ പ്രാർത്ഥന പറയേണ്ടത്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മുടെ തശഹുദ് കഴിഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ വിടമേൽ സലാത്ത് കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ്, അവിടെയാണ് നമ്മളിത് പറയേണ്ടത്. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി പിന്നെ നമ്മൾ പറയാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അവിടെയാണ് ഈ ഒരു പ്രാർത്ഥന പറയേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് പ്രബലമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല തെളിവുകൾ കൊണ്ട് അത് പ്രബലമാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ദുബുർ കുല്ലി സ്വലാ എന്നാണ്. നിസ്കാരത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിറകു വശം എന്നാണ്. യഥാർത്ഥത്തിൽ ദുബുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഷ്ഠഭാഗത്തിനാണ് ദുബുർ എന്ന് പറയുന്നത്. നമ്മുടെ പിൻഭാഗമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് അതെന്തല്ല, വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ദുബുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള ഒന്നല്ല, മറിച്ച് നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ എന്ന അർത്ഥത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബാക്കൾക്കും പല ദുആകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല സഹാബാക്കൾക്കും പല ദിക്റുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, നീ നിന്റെ നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നീ എന്ത് ചെയ്യുക, ഇതിനെ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തതായ ഒരുപാട് റിവായത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, ഇത് നിസ്കാരത്തിന് ശേഷം ചൊല്ലാനുള്ള ഒരു ദിക്റല്ല, മറിച്ച് നമ്മുടെ തശഹുദിൻ്റെ അവസാനത്തിൽ മസീഹുദ് ദജ്ജാൽ കഴിഞ്ഞ് ഉടനെ നമ്മൾ പറയേണ്ടുന്ന ഒരു ദിക്റായി കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ, അതായത് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ മറ്റൊരു ഫായിദയാണ്, നമ്മൾ ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരോട് ആ ഇഷ്ടം നമ്മൾ അറിയിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതുപോലെ, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, അല്ലാഹു തന്നെയാണ് സത്യം, മുആദേ, ഞാൻ താങ്കളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾ നമ്മളോട് പറയാണ്, ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് തിരിച്ചു പറയേണ്ടത്, അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു,
ആർക്ക് വേണ്ടിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ നിന്നെ ഇഷ്ടപ്പെടട്ടെ. അഹബ്ബകല്ലദീ അഹ്ബബ്തനീ ലഹു, ഏതൊരാൾക്ക് വേണ്ടിയാണോ താങ്കൾ എന്നെ ഇഷ്ടപ്പെട്ടത്, അതായത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ ഇഷ്ടപ്പെട്ടത്, ആ അള്ളാഹു താങ്കളെയും ഇഷ്ടപ്പെടട്ടെ എന്ന് തിരിച്ച് പ്രാർത്ഥിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.